CPO റാങ്ക് ലിസ്റ്റിൽ 45 പേർക്ക് അഡ്വൈസ് മെമ്മോ നൽകി സർക്കാർ. റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയാൻ 2 ദിവസം ബാക്കി നിൽക്കുകയാണ് നടപടി. സമരം ചെയ്യുന്ന 3 പേർക്ക് അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് എസ് ശ്രീകാന്താണ്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. 45 പേർക്കാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുള്ളത്. അതിൽ 3 പേർ സമരം ചെയ്യുന്നവരാണ്. അവർ വീട്ടിലേക്ക് പോവുകയും ചെയ്തു എന്ന് സമരക്കാർ പറയുന്നു. ഇതിൽ സമരക്കാർ സംതൃപ്തരാണോ 45 പേർക്കുള്ള ഈ അഡ്വൈസ് മെമ്മോ നൽകലിൽ? അല്ല എന്നുള്ളതാണ് കൃഷ്ണ ഉത്തരം. കാരണം അവർ പറയുന്നത് ഈ സമര രംഗത്തുള്ളവരിൽ 3 പേർക്ക് മാത്രമാണ് ഈ അഡ്വൈസ് മെമ്മോ കിട്ടിയത്. ബാക്കിയുള്ളവർക്കൊന്നും തന്നെ അഡ്വൈസ് മെമ്മോ കിട്ടിയതുമില്ല. അവർക്ക് യാതൊരു തരത്തിലുള്ള ഉറപ്പും ഈ ജോലിയുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സർക്കാരിന്റെ പക്ഷേ മുൻഗണനാക്രമം അനുസരിച്ച് സർക്കാർ ഇപ്പോൾ 45 പേർക്ക് അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുണ്ട്. അതിൽ സമരം ചെയ്യുന്നവരിൽ 3 പേർ കൂടി ഉൾപ്പെടുകയും ചെയ്തു. അവർ സമരം മതിയാക്കി വീട്ടിലേക്ക് പോയിട്ടുമുണ്ട്. ഇപ്പോഴും ഈ സമരക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ സർക്കാർ അനുഭാവപൂർണമായ നിലപാട് കൈക്കൊള്ളും എന്ന് തന്നെയാണ്. അവർക്ക് കൂടി ഈ സമരം ചെയ്യുന്നവരിൽ പരമാവധി ആളുകൾക്ക് കൂടി അഡ്വൈസ് മെമ്മോ കിട്ടും എന്നുള്ളത് അവർ പ്രതീക്ഷിക്കുന്നു. അത് തന്നെ ഉണ്ടാകും എന്നാണ് അവർ കരുതുന്നതും. ഇന്ന് രാവിലെ അവരോട് നമ്മൾ സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് തങ്ങൾക്ക് ജോലി കിട്ടും, തങ്ങൾക്കും അഡ്വൈസ് മെമ്മോ കിട്ടും, അല്ലാത്ത പക്ഷം മറ്റ് നടപടികൾ, തുടർ നടപടികൾ എന്ത് വേണം എന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാരിന് സംബന്ധിച്ചിടത്തോളം, അന്വേഷിച്ചിടത്തോളം മനസ്സിലാകുന്നത് സർക്കാർ മുൻഗണനാക്രമം അനുസരിച്ച് അവർക്ക് ചെയ്യാനുള്ളത് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ശരി, എസ് ശ്രീകാന്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 45 പേർക്ക് അഡ്വൈസ് മെമ്മോ നൽകിയതിൽ സമരക്കാർ സംതൃപ്തരല്ല. എന്താണ് അടുത്ത നടപടികളെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു.